കിഫ്ബി ഫണ്ട് വഴി ഇടുക്കി ജില്ലയിൽ നിർമ്മിച്ച അതിമനോഹരമായ റോഡാണ് കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള മലയോര ഹൈവേ. 3500 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് 3 റീച്ചുകളായി ഈ മനോഹര റോഡിന് അനുമതി ലഭിച്ചത്. ഇടുക്കിക്കാരുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് കുട്ടിക്കാനം കട്ടപ്പന മലയോര ഹൈവേ എന്ന് സഞ്ചാരികൾ ഉൾപ്പെടെ പറയുന്നു. ആ റോഡ് നല്ല റോഡാണ്, സൂപ്പർ റോഡാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ഒന്നാന്തരമായ രീതിയിൽ വണ്ടി പോകും. ആദ്യ പിണറായി സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് മലയോര ഹൈവേ ആയ കുട്ടിക്കാനം ചപ്പാത്ത് റോഡിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. 12 മീറ്റർ വീതിയിൽ 18 കിലോമീറ്റർ പാത ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചു. 9 മീറ്റർ കാരേജ് വേ മാതൃകയിൽ റോഡിന് വീതിയും 1.5 മീറ്റർ ഐറിഷ് ഡ്രൈനേജ് മാതൃകയിലുമായിരുന്നു റോഡിന്റെ നിർമ്മാണം. ഓട നിർമ്മാണത്തിന് പുറമെ ഇരുവശങ്ങളിലെയും സംരക്ഷണ ഭിത്തി, റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളോട് കൂടിയ നിർമ്മാണ പ്രവർത്തികൾ, ബസ് ഷെൽട്ടർ, വീടുകളുടെയും കടകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പ്രവേശന കവാടങ്ങളുടെ പുനർനിർമ്മാണം, സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികളും പദ്ധതികളുടെ ഭാഗമായി വരും. ഈ ജില്ലയിലെ ഒരു ഹൈറേഞ്ചിലെ പ്രധാനപ്പെട്ട റോഡാണ് കട്ടപ്പന കുട്ടിക്കാനം റോഡ്. 2016 ഇലക്ഷനിൽ LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഈ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു. പഴയ റോഡ് കട്ടപ്പനയിൽ നിന്ന് കുട്ടിക്കാനം വരെ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമാണ്. വഴി മുഴുവൻ കട്ടർ, ധാരാളം ബസ്സൊക്കെ പോകുന്ന വഴിയാണ്. ആദ്യഘട്ട റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി 91 കലുങ്കുകൾ നവീകരിച്ചു. മേരികുളം മുതൽ ചപ്പാത്ത് വരെയുള്ള റോഡ് നിർമ്മാണമാണ് പിന്നീട് പൂർത്തീകരിച്ചത്. ഇതിനായി 35 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ അനുവദിച്ചത്. സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ രമ്യമായി പരിഹരിച്ച് റോഡ് സാധ്യമാക്കിയതിൽ ജനപ്രതിനിധികൾക്ക് വലിയ പങ്കുണ്ട്. കട്ടപ്പന നേലപ്പാറ വഴി കുട്ടിക്കാനത്ത് കയറി KK റോഡിൽ കണക്ട് ചെയ്യും. പുളിയമ്മല റോഡിൽ നിന്നാണ് വരുന്നത്. പുളിയമ്മല എന്ന് പറയുമ്പോൾ തേക്കടി മൂന്നാർ റോഡാണ്. അപ്പോൾ തേക്കടി മൂന്നാർ റോഡിൽ നിന്ന് KK റോഡിലേക്കുള്ള ലിങ്കായിട്ടാണ് റോഡ് വരാൻ പോണത്. കുട്ടിക്കാനം പുളിയന്മല മലയോര ഹൈവേയുടെ 1ാം ഘട്ടമായ കുട്ടിക്കാനം ചപ്പാത്ത് റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷമാണ് 2ാം റീച്ചിന്റെ നിർമ്മാണം ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചത്. 2 റീച്ച് 3 ഭാഗങ്ങളായാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയത്. 1ാം ഭാഗം മേരികുളം നരിയൻപാറ 56 കോടി, 2ാം ഭാഗം നരിയൻപാറ ഇടുക്കിക്കവല 17 കോടി, 3ാം ഭാഗം മേരികുളം ചപ്പാത്ത് 35 കോടി എന്നിങ്ങനെയാണ് റോഡ് നിർമ്മാണ കരാർ കമ്പനി കരാർ ഏറ്റെടുത്തത്. എൻ്റെ അച്ഛൻ്റെ കാലത്തിലെല്ലാം ചെറിയ റോഡായിരുന്നു. ഞങ്ങൾ പൂർവ്വമായിട്ട് ഇവിടെ തന്നെ താമസമായിരുന്നു. ഇപ്പോൾ വണ്ടി പോയി വരാനുള്ള ഒരു നല്ലൊരു റോഡായിട്ട് മാറിയിട്ടുണ്ട്. അത് എൻ്റെ വയതിൽ, എനിക്കിപ്പോൾ 40 വയസ്സായി, എൻ്റെ വയസ്സിലും നല്ലൊരു ഇതായിട്ട് നല്ല തോന്നുന്നുണ്ട്. കുട്ടിക്കാനം തൊട്ട് കട്ടപ്പന വരെ പോകുന്നതിന് കുഴപ്പമില്ലാതെ എല്ലാ സൈഡെല്ലാം മാറ്റി നല്ല നീറ്റാക്കി വീതിയായി 2 വണ്ടിക്ക് നല്ല ക്ലിയറായിട്ട് പോകാനായിട്ട് അതുകൊണ്ട് പറ്റും. ചപ്പാത്ത് മുതൽ കട്ടപ്പന ഇടുക്കിക്കവല വരെ 108 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെ 3 റീച്ചായിട്ടാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. 207 കോടി രൂപയുടെ വികസനമാണ് അതുമായി ബന്ധപ്പെട്ട് ആ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കുട്ടിക്കാനം കട്ടപ്പന പുളിയമ്മല ആ റോഡ് വികസനം പൂർത്തിയാകുമ്പോൾ നമ്മൾ അറിയേണ്ടത് വലിയ തോതിലുള്ളൊരു മാറ്റമാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. മലയോര ഹൈവേ സാധ്യമാക്കുന്നതോടെ ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തനുണർവും ഇടുക്കിയുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ചരക്ക് നീക്കത്തിനും വലിയ സാധ്യതകളും തെളിയുകയാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.